ഇത് മൂന്ന് വിഭാഗമാക്കി മുത്തമാസിലൈനി പറഞ്ഞു കഴിഞ്ഞു. ഇനി മുത്തജാനിസൈനിയാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഉദാഹരണം ആദ്യം നോക്കിയാൽ ഇർക്കമാന. ഇതിൽ സുക്കൂനുള്ള ബാഇനെ മീമിലേക്കാണ് ചേർക്കുന്നത്. ഇവിടെ ഒന്നാം അക്ഷരം ബാവും മീമും. എല്ലാ സ്ഥലത്തും എങ്ങനെയാവും എന്നല്ല, ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഇവിടെ അക്ഷരങ്ങൾ രണ്ടും രണ്ടാണ്. ഒന്നാം അക്ഷരം ബ ആണ്, രണ്ടാം അക്ഷരം മീമാണ്. ആദ്യം നൽകിയതിൽ രണ്ട് അക്ഷരവും ഒന്നായിരുന്നു. ഒന്നാം അക്ഷരവും രണ്ടാം അക്ഷരവും ഒരേ അക്ഷരമായിരുന്നെങ്കിൽ ഇവിടെ അക്ഷരങ്ങൾ മാറിയിട്ടുണ്ട്. തൊട്ട് താഴെയുള്ള ഉദാഹരണം നോക്കിയാൽ കാണാം, അവിടെ വന്നിട്ടുള്ളത് താഉം ദാലുമാണ്. ആദ്യത്തേത് താ, ശേഷം ദാല്. ഇവ രണ്ടും ഒരേ അക്ഷരമല്ല, വ്യത്യസ്ത അക്ഷരങ്ങളാണ്. ശേഷം വന്നത് ദാലും താഉമാണ്. ശേഷം വന്നത് ദാലും താഉമാണ്. ഇവ വ്യത്യസ്ത അക്ഷരങ്ങളാണെങ്കിലും ഇവകൾ തമ്മിലൊരു ബന്ധമുണ്ട്. ഇവകളുടെ എല്ലാം മഖ്റജ് ഒന്നാണ്, സിഫത്ത് വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ ത്വാ, ദാല്, താ, ഈ മൂന്ന് അക്ഷരങ്ങളുടെയും മഖ്റജ്, അതായത് ഈ അക്ഷരം ഉച്ചരിക്കാൻ പുറപ്പെടുന്ന ആ സ്ഥലം, ഉച്ചരിക്കുന്ന സ്ഥലം നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ്. ഈ മൂന്ന് അക്ഷരത്തിനും ഒരേ മഖ്റജാണ്. ഒരേ മഖ്റജിൽ നിന്ന് ആവുന്ന ഈ അക്ഷരങ്ങൾ എങ്ങനെ പിന്നെ വ്യത്യസ്തമായി പുറപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ സിഫത്തുകളിലുള്ള വ്യത്യാസമാണ്. സിഫത്ത് എന്ന് വെച്ചാൽ ഷിദ്ദത്ത്, റിഹ് എന്നിങ്ങനെ കനപ്പിച്ചുച്ചരിക്കുക, ശബ്ദം നീളുക, ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ കൊണ്ടാണ് ഈ അക്ഷരങ്ങൾ പരസ്പരം മാറുന്നത്. മഖ്റജ് ഒന്നായതുകൊണ്ടാണ് ത്വാ, ദാല്, താ എന്നിങ്ങനെ ഏകദേശം ഒരേ ശബ്ദം അതിന് തോന്നുന്നത്. അപ്പോൾ ഇതിലെ ഏതെങ്കിലും അക്ഷരമാണ് ഒന്നാമതും രണ്ടാമതുമായി വരുന്നത് എങ്കിൽ, അതായത് ദാല് സുക്കൂനും താ ഹർക്കത്തുമായി വരികയാണെങ്കിൽ ഇവ രണ്ടും ചേർത്താൽ അത് മുത്തജാനിസാനിയാകും. ഇങ്ങനെ ഒരേ മഖ്റജിൽ നിന്ന് വന്ന അക്ഷരങ്ങളാണ് മുത്തജാനിസയിൽ ഈ കാണുന്നത്. ബ, മീമ്, താ, ദാല് എന്നിങ്ങനെ കാണുന്നത്. ഇവ വരുന്ന മറ്റു ഒരേ മഖ്റജ് വരുന്ന മറ്റുള്ള അക്ഷരങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഇതിൽ കാണുന്ന ജീമ്, ഷീന്, യാ, ഈ മൂന്ന് അക്ഷരങ്ങളുടെയും മഖ്റജ് ഒന്നാണ്, നാവിൻ്റെ മധ്യവും അണ്ണാക്കും. അതുപോലെ മറ്റൊന്നാണ് സ്വാദ്, സ, സീൻ. ഇവയുടെ മഖ്റജ്, ഈ മൂന്ന് അക്ഷരത്തിൻ്റെയും മഖ്റജ് ഇതിൽ കൊടുത്ത 13ാമത് സ്വാദ്, സ, സീൻ, ഇവയുടെയും മഖ്റജ് ഒന്ന് തന്നെയാണ്. അവിടെ മഖ്റജും ഇതിൻ്റെ 13 നേരെ നൽകിയിട്ടുണ്ട്. നാവിൻ്റെ അറ്റവും രണ്ട് വരിയിലെ മുൻപല്ലുകളുടെ ഇടയും. ഇതാണ് അതിൻ്റെ മഖ്റജ്. മറ്റൊന്ന് ലോ, ദാൽ, സ. ഇവ മൂന്നിനും ഒരേ മഖ്റജാണ്, നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും. ഇവ വന്നാൽ അതുപോലെ തന്നെ വാവ്, ബാ, മീമ്. ഇവ മൂന്നിൻ്റെയും മഖ്റജ് രണ്ട് ചുണ്ടുകളുടെ ഇടയാണ്, വാവ്, ബാ, മീമ്. അപ്പോൾ ഈ മൂന്ന് അക്ഷരങ്ങൾ വാവ്, ബാ, മീമ് ഇവ വന്നാൽ ഇവ രണ്ടുമാണ് ഒന്ന് സുക്കൂനായും മറ്റൊന്ന് ഹർക്കത്തായും വരുന്നത് എങ്കിൽ, അതായത് ആദ്യം സുക്കൂനുള്ള വാവ് ശേഷം ഹർക്കത്തുള്ള ബാ വരികയാണ്, അല്ലെങ്കിൽ തിരിച്ച് ആദ്യം സുക്കൂനുള്ള ബാ ശേഷം ഹർക്കത്തുള്ള വാവ് വരികയാണെങ്കിൽ അവിടെയും മുത്തജാനിസാനി ആയിരിക്കും. കാരണം ഇവയെല്ലാം മഖ്റജ് നോക്കുമ്പോൾ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. മഖ്റജ് അടിസ്ഥാനത്തിൽ അതൊരു ഇനത്തിൽപ്പെട്ടതായത് കൊണ്ടാണ് മുത്തജാനിസാനി. ഈ മുത്തജാനിസാനിയിലെ ഏതക്ഷരം നോക്കിയാലും ഇങ്ങനെ തന്നെ കാണാം. സ, ദാല്, ദാല്, ലോ, ത്വാ, താ. ഇതെല്ലാം ഒരേ ഇനത്തിൽപ്പെട്ട അക്ഷരങ്ങളായതുകൊണ്ടാണ്. ഇനം എന്ന് പറയുമ്പോൾ മഖ്റജും സിഫത്തും ഒത്ത ഇനമല്ല, മഖ്റജ് മാത്രം ഒത്ത ഇനമാണ്. മുത്തമാസിലൈനിയിൽ പറഞ്ഞത് മഖ്റജും സിഫത്തും ഒത്ത ഒരേ ഇനമാണെങ്കിൽ ഇവിടെ മഖ്റജ് മാത്രം ഒത്തു, സിഫത്ത് ഒത്തിട്ടില്ല. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് മുത്തഖാരിബൈനിയാണ്. മുത്തഖാരിബൈനിയിൽ വരുന്ന അക്ഷരങ്ങൾ
ഇവിടെ ഉദാഹരണം ആദ്യം നോക്കിയാൽ ലാമും റാവും വന്ന ഒരു ഉദാഹരണം കാണാം. എന്താണ് ഈ ലാമിൻ്റെയും റാഇൻ്റെയും പ്രത്യേകത? അതുപോലെ മറ്റൊന്ന് കാണാം നൂനും റാവും. എന്താണ് ഈ നൂനിനും റാഇനുമുള്ള പ്രത്യേകത? മറ്റൊന്ന് കാണാം നൂനും ലാമും. എന്താണ് ഇവകൾ തമ്മിലുള്ള പ്രത്യേകത? മറ്റൊന്ന് അതിൻ്റെ താഴെ കാണാം ഖാഫും കാഫും. അലം നഖ്ലുഖുക്കും. ഇവകളെല്ലാം പരിശോധിച്ചാലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ വന്ന ലാമ് നൂന് റാ നോക്കിയാൽ കാണാം മഖ്റജിൽ ഏകദേശം അടുത്തായിട്ടാണ് അവ സ്ഥിതി ചെയ്യുന്നത്. ദൽഖിയാണ് മൂന്നും കാണുന്നത്. നാവിൻ്റെ തലയുടെ അരിവും മേലെ മുൻപല്ലുകളുടെ ഊനും. അതുപോലെ തന്നെ നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ ഊനും. റാഇൻ്റെത് നോക്കിയാൽ നാവിൻ്റെ തലയുടെ മുതുവും മേലെ മുൻപല്ലുകളുടെ ഊനും. ഏകദേശം മഖ്റജിൽ ഒന്നായിരിക്കുന്നത് കൊണ്ടാണ് ലാമ് നൂന് റാ ഇവകൾ മുത്തഖാരിബൈനിയിൽ പെടുത്തുന്നത്. നമുക്ക് മൂന്നിൻ്റെയും ഡെഫിനിഷൻ ഒന്നുകൂടി നോക്കാം. മഖ്റജിലും സിഫത്തിലും ഒത്ത ഒരേ ജാതി രണ്ടക്ഷരത്തിനാണ് ആദ്യം പറഞ്ഞ മുത്തമാസിലൈനി. മഖ്റജ് ഒക്കുകയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്ത രണ്ടക്ഷരത്തിന് മുത്തജാനിസൈനി എന്നും, മഖ്റജിൽ അടുത്തിരിക്കുകയോ കൂടുതൽ സിഫത്തുകളിൽ യോജിക്കുകയോ ചെയ്ത രണ്ടക്ഷരത്തിന് മുത്തഖാരിബൈനി എന്നും പറയുന്നു. അപ്പോൾ ഇനി ആദ്യ സുക്കൂനുള്ള അക്ഷരം ഇതിൽ കാണുന്ന അഞ്ചാമത് ഖാഫ് വരികയും ശേഷം രണ്ടാമതായി കാഫ് വരികയും ചെയ്താൽ, അതായത് സുക്കൂനുള്ള അക്ഷരം ഖാഫും ഹർക്കത്തുള്ള അക്ഷരം കാഫുമായാൽ അത് രണ്ടും മഖ്റജ് നോക്കിയാൽ അവിടെ കാണാം നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും ഖാഫിനോട് അടുത്ത് അല്പം താഴെ. കണ്ടോ, ഖാഫിനോട് അടുത്ത് അല്പം താഴെയാണ്. അപ്പോൾ മഖ്റജിൽ അടുത്തടുത്തിരിക്കുന്ന അക്ഷരങ്ങളാണ്. ഇങ്ങനെ അടുത്തടുത്ത അക്ഷരങ്ങളായതുകൊണ്ടാണ് ഖാഫും കാഫും വന്നപ്പോൾ ഇവിടെ മുത്തഖാരിബൈനി എന്ന് കണ്ടത്. ഇപ്പോൾ എല്ലാത്തിനെക്കുറിച്ചും ഒരു ധാരണ ലഭിച്ചിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. വീഡിയോ ഒന്നുകൂടി കണ്ടാൽ കൂടുതൽ മനസ്സിലാകും. ടേബിൾ ഒന്നുകൂടി കൃത്യമായി പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം.